Hello everyone, welcome back to VLSC with Gitanjali. So, ഇന്ന് നമ്മൾ പുതിയ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാണ് ബൈനറി അഡീഷൻ. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ബൈനറി അഡീഷൻ എന്ന് പറഞ്ഞാൽ? ബൈനറി അഡീഷൻ is the process of adding numbers in the binary system. അതായത് ബൈനറി സിസ്റ്റത്തിലെ നമ്പേഴ്സിനെ, ബൈനറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബേസ് 2 റാഡിക്സ് ഉള്ള സിസ്റ്റമാണ്. അതിലെ നമ്പേഴ്സ് അല്ലെങ്കിൽ ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബൈനറി അഡീഷൻ എന്ന് പറയുന്നത്. സോ ബൈനറി നമ്പർ സിസ്റ്റത്തിലുള്ള രണ്ട് ഡിജിറ്റ്സ് ഏതൊക്കെയാ? 0 and 1. അപ്പോൾ അവ തമ്മിലുള്ള അഡീഷൻ ആയിരിക്കും നമ്മൾ ബൈനറി അഡീഷനിൽ ഡിസ്കസ് ചെയ്യാം. So it is used inside computers, microprocessors and ALUs. And every arithmetic operation in digital hardware starts with binary addition. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് ബൈനറി അഡീഷനെ കുറിച്ച് പറയാനുള്ളത്. So we have a set of rules for performing this binary addition. അപ്പം ഇതിന്റെ റൂൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ഇൻപുട്സ് ഉണ്ട്. എ ആൻഡ് ബി ആണ് നമ്മുടെ ഇൻപുട്സ് എങ്കിൽ നമ്മുടെ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ നമുക്കറിയാം രണ്ട് ഡിജിറ്റ്സ് ആണുള്ളത് 1 and 0. സോ ഈ 1നും 0ക്കും ആഡ് ചെയ്യാനുള്ള പോസിബിൾ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് ഈ 4 കോമ്പിനേഷൻസ് ആണ്. 0 0 0 1 1 0 and 1 1. നമുക്കറിയുന്ന കാര്യമാണ്. ആൻഡ് ഇങ്ങനെ നമ്മൾ ഈ ഇൻപുട്സ് വെച്ച് ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിൽ രണ്ട് ടേംസ് ആയിരിക്കും ഫോം ചെയ്യുക. ഒന്ന് സമ്മ്, രണ്ട് ക്യാരി. അപ്പം ഈ ടേബിള് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം നമ്മൾ 0 and 0 ആഡ് ചെയ്യാൻ നോക്കാം. 0 and 0 ആഡ് ചെയ്താൽ നമുക്കറിയാം എൻ്റെ റിസൾട്ട് 0 ആണ്. അപ്പം ഈ റിസൾട്ട് സമ്മിലേക്കാണ് പോകുന്നത്. ആൻഡ് ഇവിടെ ക്യാരി ഒന്നും ജനറേറ്റ് ആകുന്നില്ല. സോ നമുക്ക് ക്യാരിയും എന്താണ്? ക്യാരിയും 0 ആണ്. നെക്സ്റ്റ് 0 1. 1 plus 0 എന്താണ്? 1 ആണ് അല്ലേ? ഇവിടെയും ക്യാരിയും ഒന്നും ജനറേറ്റ് ചെയ്യുന്നില്ല. സോ സം എന്ന് പറയുന്നത് നമുക്ക് 1 കിട്ടി. ആൻഡ് ക്യാരി ഒന്നും ജനറേറ്റ് ചെയ്യാത്തതുകൊണ്ട് ക്യാരി എന്തായി? ക്യാരി 0 ആയി. ഓക്കെ, ഇതുപോലെ തന്നെയാണ് 1 plus 0 ആഡ് ചെയ്യുമ്പോഴും നമുക്ക് എന്താ കിട്ടുന്നത്? സമ്മ് 1ഉം ക്യാരി 0 ആണ് കിട്ടുന്നത്. ബട്ട് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് എന്താന്ന് വെച്ചാൽ 1 plus 1 കോമ്പിനേഷൻ ആണ്. നമുക്കറിയാം 1 plus 1ന്റെ ആൻസർ 2 ആണ്. ബട്ട് നമ്മുടെ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് 2 ഇല്ലല്ലോ. നമുക്ക് എന്താണത്? 1ഉം 0 മാത്രമേ ഉള്ളൂ. അപ്പം ഇതിന്റെ ടേംസിൽ വേണം നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ. സോ ഈ 1 1 എന്ന് പറയുന്നതിന്റെ ആൻസർ 2 ആണ് നമുക്കറിയാം. ബട്ട് 2നെ നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? 1 0 എന്നാണ് റെപ്രസെന്റ് ചെയ്യുക അല്ലേ? അപ്പം നമുക്ക് എന്താ? 1 plus 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് 0 with ക്യാരി 1 എന്നാണ്. അതായത് നമ്മുടെ സം എന്ന് പറയുന്നത് 0യും അതിൽ ജനറേറ്റ് ആകുന്ന ക്യാരി എന്ന് പറയുന്നത് 1ഉം ആണ്. മനസ്സിലായോ? അതായത് whenever the sum becomes decimal to 1 plus 1 എന്ന് പറയുന്നത് നമ്മുടെ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ 1 0 to the base 2 ആണ്. അപ്പം അവിടെ ജനറേറ്റ് ആകുന്ന സം എന്ന് പറയുന്നത് 0 ആണ് ആൻഡ് ക്യാരി എന്ന് പറയുന്നത് 1 ആണ്. ഇത്രയേ ഉള്ളൂ. അപ്പം ഈ സെയിം കാര്യമാണ് ഞാൻ ഈ എക്സാമ്പിളിൽ കാണിച്ചിരിക്കുന്നത്. 1 plus 1 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് 0 with ക്യാരി വന്നു. ക്യാരി എന്തുകൊണ്ടാണ് ജനറേറ്റ് ആയത്? ക്യാരി ജനറേറ്റ് ആയത് എന്തുകൊണ്ടാണ്? 1 plus 1 ചെയ്ത് കഴിഞ്ഞാൽ 2 ആണ് കിട്ടേണ്ടത്. ബട്ട് 2നെ നമുക്ക് ബൈനറി നമ്പർ സിസ്റ്റത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം 2നെ നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ 1 0 എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. സോ നമുക്ക് ജനറേറ്റ് ചെയ്ത സമ്മ് 0യും ക്യാരി 1ഉം ആണ് നമുക്ക് കിട്ടി. അപ്പം നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാരി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് നെക്സ്റ്റ് അഡീഷനിൽ ആ ക്യാരി ഹയർ ബിറ്റ്സിലേക്ക് ട്രാൻസ്ഫർ ആക്കും. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഹയർ ബിറ്റ്സ് ഒന്നും ഇല്ല, ആകെ 2 ബിറ്റ് വെച്ചിട്ടാണ് നമ്മൾ അഡീഷൻ ചെയ്തത്. സോ അവിടെ ഇനി അഡീഷൻ ചെയ്യാൻ വേറെ ബിറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കിട്ടിയ കാര്യം നമ്മൾ അങ്ങനെ എഴുതി. അല്ലാത്ത സമയത്ത് നമുക്കൊരു 3-4 ബിറ്റ്സ് അല്ലെങ്കിൽ 2ൽ കൂടുതൽ ബിറ്റ്സ് ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഈ ക്യാരി എന്ത് ചെയ്യും? റൈറ്റ് മോസ്റ്റ് ബിറ്റിൽ നിന്നും ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടാണ് അഡീഷൻ നമ്മൾ ചെയ്യുക. നമുക്ക് അടുത്ത എക്സാമ്പിളിൽ ഡിസ്കസ് ചെയ്യാം. ദെൻ റൈറ്റ് ദ ക്യാരി ബിഫോർ ആഡിങ് ദ നെക്സ്റ്റ് കോളം. അതായത് നമ്മൾ ഒരു കോളത്തിലെ 2 ഇൻപുട്സ് ആഡ് ചെയ്തതിന് ശേഷം അവിടെ കിട്ടുന്ന ക്യാരി നമ്മൾ നെക്സ്റ്റ് കോളത്തിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആ കോളത്തിന്റെ റിസൾട്ട് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യം എന്ന് പറയുന്നത്. എപ്പോഴും ആ ഒരു 4 റൂൾസ് നിങ്ങൾ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കി, ക്യാരി ഒന്നും ഇല്ലാത്തൊരു എക്സാമ്പിൾ നോക്കാം. 0 1 0 1 with 1 0 1 0. അപ്പോൾ നമുക്കത് ആഡ് ചെയ്ത് നോക്കിയാലോ? ആഡ് ചെയ്യുമ്പോൾ എന്താ വരാം? അതായത് ആദ്യത്തെ ബിറ്റ് എന്താ? 1 plus 0. നമ്മൾ
ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് പോവുക, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ആഡ് ചെയ്ത് പോവുക. സോ ആദ്യത്തെ ബിറ്റ് എന്താണ്? 1 + 0 ആണ്. 1 + 0 ചെയ്യുമ്പോൾ റിസൾട്ട് എന്താ വരാ? നമുക്ക് സം മാത്രമേ ഉള്ളൂ അല്ലേ, 1 വരും. സോ 1 + 0 1 ആണ്, ക്യാരി ഒന്നും ജനറേറ്റ് ആകുന്നില്ല. നെക്സ്റ്റ് നമ്മുടെ ബിറ്റ് എന്താ? 0 + 1, അതിന്റെ ആൻസർ എന്താണ്? 1 ആണ്, അവിടെയും ക്യാരി ഒന്നും ജനറേറ്റ് ആകുന്നില്ല. നെക്സ്റ്റ് എന്താണ്? 1 + 0, അവിടെയും ക്യാരി ഒന്നും ജനറേറ്റ് ആകുന്നില്ല. സോ സം 1. 0 + 1, അവിടെ എന്താണ്? ക്യാരി ഒന്നും ജനറേറ്റ് ആകുന്നില്ല. സോ എന്താണ് നമ്മുടെ ആൻസർ വരാ? 1 1 1 1 ആണ് നമ്മുടെ ആൻസർ വരാ. ഓക്കെ, സോ 1 1 1 1 is the answer for this question. അപ്പം ഇതിന്റെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും റൈറ്റ് മോസ്റ്റ് ബിറ്റിൽ നിന്ന് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുക. അതായത് റൈറ്റ് മോസ്റ്റ് ബിറ്റ് എന്ന് പറയുകയാണെങ്കിൽ LSB ആണ്, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. അതേപോലെ MSB എന്ന് പറയുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. അതായത് ലെഫ്റ്റ് സൈഡിൽ അറ്റത്തെടുക്കുന്ന ബിറ്റിനെയാണ് നമ്മൾ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത്. എപ്പോഴും അഡീഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പം LSBയിൽ നിന്നും MSBയിലേക്ക് പോവാം. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ. 0 1 1 1 + 1 1 1 0. അപ്പം ഇത് ചെയ്യുമ്പോൾ എന്താ വരാ? റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. സോ 1 + 0 സം 1 ആണ്, ക്യാരി ഒന്നും ഇല്ല. ഓക്കെ, സോ ഇവിടെ എന്താണ്? ഇവിടെ 1 + 1, ഇവിടെ എന്താണ്? അതിന്റെ ആൻസർ 2 ആണ്. സോ 0 വിത്ത് ക്യാരി 1 വരും. ആ 1 ഞാൻ അടുത്ത കോളത്തിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തു. ഇനി ഇവിടെ നോക്കേ, ഇവിടെ 3 ones ഉണ്ടല്ലേ, 1 + 1 + 1. അപ്പം ഇതിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ 2 ചെയ്ത പോലെ തന്നെയാണ് ഇതും. 3 1 വന്നാൽ അതിന്റെ ആൻസർ എന്താണ്? 1 + 1 + 1 എന്ന് പറയുന്നത് 3 ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ 3 നമുക്ക് ഡിജിറ്റൽ അല്ല, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. നമുക്ക് ബൈനറിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ. പക്ഷെ 3 എന്ന് പറയുന്നത് ബൈനറി നമ്പർ സിസ്റ്റത്തിൽ 1 1 എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സോ ഇവിടെ സമ്മ് 1 ആണ്, അതിൻ്റെ ഒപ്പം ഒരു ക്യാരി ജനറേറ്റ് ആവുന്നത് അതും 1 ആണ്. സോ 1 + 1 + 1 എന്ന് പറയുന്നത് എന്താണ്? സം 1 + ക്യാരി 1. ആ ക്യാരി 1 എന്നുള്ളത് ഞാൻ അടുത്ത കോളത്തിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ 1 + 0 എന്ന് പറയുന്നത് 1 ആണ്. ആ 1ന്റെ കൂടെ ഒരു 1 ഇവിടുത്തെ 1 കൂടെ ആഡ് ചെയ്യണം അല്ലേ. 1 + 1 എന്ന് പറയുന്നത് എന്താണ്? അത് 2 ആണ്. 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 വിത്ത് ക്യാരി 1. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് വന്നത്? 1 0 1 0 1 എന്നാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വന്നത്. 1 0 1 0 1 to the base 2. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഈ ക്വസ്റ്റ്യനിൽ മൾട്ടിപ്പിൾ ക്യാരീസ് വരുന്നുണ്ട്. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക? 1 + 1 എന്ന് പറയുന്നത് എന്താണ്? 0 വിത്ത് ക്യാരി 1. അത് ഞാൻ അടുത്ത കോളത്തിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തു. അവിടെയും എന്തുണ്ട്? 1 + 0 1 ആണ്. ആ 1 പ്ലസ് താഴത്തെ 1. സോ 1 + 0 + 1 എന്ന് പറയുന്നത് 1 + 1 0 വിത്ത് ക്യാരി 1 ആണ്. വീണ്ടും നമുക്ക് ക്യാരി വന്നു. ആ ക്യാരി ഞാൻ അടുത്ത കോളത്തിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തു. അവിടെയും 1 + 1 2 ആണ്. അവിടെ വീണ്ടും നമുക്ക് എന്ത് വന്നു? 0 വിത്ത് ക്യാരി 1. വീണ്ടും 1 + 1 0 വിത്ത് ക്യാരി 1. ഇവിടെ എന്താ? 3 1 ഉണ്ട് അല്ലേ. 3 1 വന്നു കഴിഞ്ഞാൽ എന്താ? 1 + 1 + 3. 3ന്റെ ബൈനറിയിൽ 1 1. സോ സം 1 ക്യാരി 1. അപ്പം ഇതാണ് നമ്മുടെ ആൻസർ 1 1 0 0 0 0. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇവിടെ മൾട്ടിപ്പിൾ ക്യാരീസ് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മൾട്ടിപ്പിൾ ക്യാരീസ് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാരീസിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം, ഷിഫ്റ്റ് അല്ല, ലെഫ്റ്റിലേക്ക് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അഡീഷൻ കണ്ടിന്യൂ ചെയ്യാം. അത്രയേ ഉള്ളൂ. ആൻഡ് അതേപോലെ തന്നെ അഡീഷൻ ചെയ്യുമ്പം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ചെയ്യാം. ഇത്രയേ ഇവിടെ ശ്രദ്ധിക്കാനുള്ളൂ. നമ്മൾ റിയൽ പാർട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചെയ്തത്. റിയലും ഫ്രാക്ഷണൽ പാർട്ടും ഉള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ കൺവേർഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾ ഈ ഡെസിമൽ പോയിന്റ് വന്നതിനെയും ഡെസിമൽ പോയിന്റ് ഇല്ലാത്തതിനെയും രണ്ട് രീതിയിലാണ് ചെയ്തത് അല്ലേ. ഡെസിമൽ പോയിന്റ് ഇല്ലാത്തതിനെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും കൺസിഡർ ചെയ്യും. ഡെസിമൽ പോയിന്റ് അവിടെ വരാണെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രാക്ഷണൽ പാർട്ടിനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് നമ്മൾ കൺവേർഷൻ ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇവിടെ അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ ജസ്റ്റ് എല്ലാം അഡീഷൻ ചെയ്യുമ്പം എല്ലാം നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ആഡ് ചെയ്ത് പോയാൽ മതി. എവിടെയാണോ ഡെസിമൽ പോയിന്റ് ഉള്ളത് അവിടെ നമ്മൾ ആ ഡെസിമൽ പോയിന്റ് ആഡ് ചെയ്യുക, അത്രയും മാത്രം ചെയ്താൽ മതി. സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യുമ്പം എങ്ങനെയാ വരാ? ആദ്യത്തെ ബിറ്റ് എന്താണ്? ചെയ്തുകൊണ്ട് എനിക്ക് മാറിപ്പോകും, അതുകൊണ്ട് ഞാൻ വരയ്ക്കുന്നത്. സോ 1 + 1 എന്ന് പറയുന്നത് എന്താണ്? 0 വിത്ത് ക്യാരി 1 ആണ്. ആ ക്യാരി ഞാൻ അടുത്ത ഇതിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തു. ഇവിടെയും എന്തുണ്ട്? 1 + 0, ബട്ട് ഞാൻ ക്യാരി പ്രൊപ്പഗേറ്റ് ചെയ്ത കാരണം അവിടെ ഒരു 1 ഉണ്ട് അല്ലേ. സോ 1 + 1 വീണ്ടും 0 വിത്ത് ക്യാരി 1.
ഓക്കെ, ഇനി എന്താണ് ഇത് കഴിഞ്ഞ് ഈ 2 കഴിഞ്ഞിട്ടും ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ട്. അപ്പൊ ആ ഡെസിമൽ പോയിന്റ് അവിടെ കൊടുക്കണം. ഞാൻ ഡെസിമൽ പോയിന്റ് കൊടുത്തു. ഇനി എന്താ, നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ആ ഒരു ക്യാരി പിന്നെ അവിടെയുള്ള നമ്മുടെ ബിറ്റ്സും, അതായത് 1+1 എഗെയിൻ നമുക്ക് എന്ത് വന്നു, 0 വിത്ത് ക്യാരി 1 വന്നു. ഇവിടെയും എന്തുണ്ട്, 1 പിന്നെ ഈ 1 അല്ലെ. അപ്പൊ 1+1 എഗെയിൻ 0 വിത്ത് ക്യാരി 1 വന്നു. വീണ്ടും നമുക്ക് 1+1 0 വിത്ത് ക്യാരി 1 വന്നു. അപ്പൊ എന്താ നമുക്ക് ആൻസർ കിട്ടിയത്, 1000 ഡോട്ട് ഡെസിമൽ പോയിന്റ് 00 എന്നാണ് ആൻസർ വന്നത് ടു ദ ബേസ് 2. ഓക്കെ, സോ ഫ്രാക്ഷണൽ ബിറ്റ്സ് ഫോളോ ദ സെയിം അഡീഷൻ റൂൾസ്. അതായത് അഡീഷണൽ റൂള് അങ്ങനെ ഫ്രാക്ഷൻ ഉണ്ടെങ്കിലും ഫ്രാക്ഷൻ ഇല്ലെങ്കിലും അഡീഷൻ റൂൾസ് എല്ലാത്തിനും സെയിം ആണ്. നമ്മളെ കൺവേർഷന്റെ പോലെ 2 രീതിയിലല്ല. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് നമുക്ക് എക്സാമിനൊക്കെ വരാൻ സാധ്യത ഉള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ എല്ലാം വരുന്നുണ്ട്, ക്യാരി പ്രൊപ്പഗേഷനും അതേപോലെ ഫ്രാക്ഷണൽ പാർട്ടും എല്ലാം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് ചെയ്തു നോക്കാം. സോ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ, 0101.111 ആൻഡ് 1110.101. ഇതെങ്ങനെയാ ചെയ്യാ, 1+1 എന്ന് പറയുന്നത് എന്താണ്, 0 വിത്ത് ക്യാരി 1 ആണ്. വീണ്ടും 1+1+0, അതായത് 1+1 0 വിത്ത് അഗെയിൻ ക്യാരി 1. ഇവിടെ എന്താ, ഇവിടെ 3 1 ഉണ്ട് അല്ലേ. അപ്പം എന്താ വരാ, 1+ വീണ്ടും ക്യാരി 1. പി ഡോട്ട് 2 ഡെസിമൽ പോയിന്റ് ഉണ്ട്, അത് ഞാൻ ഇങ്ങോട്ട് തന്നെ ഇട്ടു. ദെൻ എന്താണ്, 1+1 അഗെയിൻ 0 വിത്ത് ക്യാരി 1. ദെൻ വീണ്ടും 1+1 അഗെയിൻ 0 വിത്ത് ക്യാരി 1. അഗെയിൻ 3 1 വന്നു. സോ 1 വിത്ത് ക്യാരി 1. അഗെയിൻ 2 1 വന്നു. 1+1 is equal to 0 വിത്ത് ക്യാരി 1. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. കിട്ടിയ ആൻസർ എന്താണ്, 101000.100. ഇതാണ് നമ്മുടെ ആൻസർ. നമുക്ക് ഇതൊരു കോമൺ എന്താ പറയാ, യൂണിവേഴ്സിറ്റി ലെവൽ, ഗേറ്റ് ലെവലൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ഇത് ഈസിയാണ്. നിങ്ങൾ ജസ്റ്റ് ആ 4 റൂൾസ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന സംഭവമേ ഇതിലുള്ളൂ. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന കോമൺ മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക അഡീഷൻ ചെയ്യുമ്പോൾ. അതായത് നിങ്ങൾ ക്യാരി എഴുതാൻ വിട്ടുപോകരുത്. മെയിൻലി പ്രൊപ്പഗേഷൻ ചെയ്യുന്ന ടൈമിൽ ക്യാരി ഒരിക്കലും എഴുതാൻ വിട്ടുപോകരുത്. ആൻഡ് ഫൈനൽ ക്യാരി ഇഗ്നോർ ചെയ്യരുത്. ഫൈനൽ ക്യാരി കൂടെ കൂടിയിട്ടാണ് നമ്മുടെ ആൻസർ വരാം. ആൻഡ് ബൈനറി പോയിന്റ് മിസ്അലൈൻ ചെയ്ത് എഴുതുക. അതേപോലെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നതിന് പകരം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ആഡ്. അപ്പം ഇതൊക്കെയാണ് കോമൺ മിസ്റ്റേക്സ്. സോ ചെയ്യുമ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ചെയ്യാം. ഗേറ്റിനും അതേപോലെ യൂണിവേഴ്സിറ്റി എക്സാംസിനൊക്കെ ചോദിക്കുന്ന മോഡൽ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടോപ്പിക് നല്ല തറവാകും. സിമ്പിൾ ടോപ്പിക് ആണ്, ജസ്റ്റ് ആ റൂൾസ് മാത്രം ശ്രദ്ധിക്കാനുള്ളൂ. സോ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ബൈനറി സബ്ട്രാക്ഷൻ ആയിരിക്കും എടുക്കുന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.